25 വർഷം മുന്നേ തുടങ്ങി വെച്ചൊരു സംരംഭം ഇന്ന് 150 കിലോളം അരിമാവ് വിൽപ്പനയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് വടക്കമണ്ണത്തുള്ള ഈ ഒരു സ്ഥാപനം. മാവ് അരച്ചു കൊടുക്കുകയാണല്ലേ? അന്നൊക്കെന്നുള്ള മാവ് അന്നൊക്കെന്ന് അരച്ചു കൊടുക്കും. ഇതെങ്ങനെ തൂക്കത്തിലാണോ? ആ തൂക്കം 1 കിലോ 40 രൂപ. 1 കിലോ 40 രൂപ. 40 രൂപ. അന്നേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യാതെ ഞങ്ങൾ അരച്ചിട്ട് വേറെ പാത്രത്തിൽ വെക്കും. വേറെ ഉണ്ടല്ലോ അത് അല്ലാതെ അരച്ച് മാറ്റി വെക്കും. കൂളറിലേക്ക് വെക്കില്ല. പിന്നെ കൂളറിൽ വെക്കണമെങ്കിൽ നാളേക്കാണ് ഒന്ന് കുളിക്കണം, അപ്പോഴേ നന്നാവുള്ളൂ. അപ്പോഴേ ഒന്നുകൂടി ടേസ്റ്റ് കൂടുള്ളൂ. അല്ലെങ്കിൽ ദോശയായാലും ഇഡ്ഡലിയായാലും നന്നാവില്ല. ഒന്നും ചേർക്കില്ല. അരി ഉഴുന്നും മാത്രം. ഇതെല്ലാം അരക്കണത് മാവ് ചൂടാവാത്ത രീതിയിലാണ് അല്ലേ? ചൂടാവാത്ത രീതിയിലാണ്. എന്തിനൊക്കെ ഉപയോഗിക്കാം? ഈ ദോശ അപ്പം അതിലാണ് ഇപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് കലങ്ങിയ ഇത് താഴെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ രണ്ടാമത് വെച്ച് കൊടുക്കും. അപ്പൊ അരിക്ക് വീണോളൂ. ഒരു കലർപ്പും ചേർക്കാതെ ഇത് എവിടെ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഏത് ലാബിൽ കൊടുത്താലും ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്കാം. നിങ്ങൾ ഗ്യാരണ്ടി പറയണോ? ഗ്യാരണ്ടി പറയും ഞങ്ങൾ. അമൃതലക്ഷ്മി വടക്കമണ്ണ. മാവാട്ടിയതിനു ശേഷം പാക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് വിൽപ്പന. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കും. അതായത് ഇത് വെച്ചിരിക്കണ മുഴുവൻ രാവിലെ ഉണ്ടാക്കാനുള്ളതാണ്. അത് രാവിലെ ഉണ്ടാക്കാനുള്ള മാവ്. ഇപ്പൊ ഉണ്ടാക്കാനുള്ള മാവ് വേറെ ഉണ്ട്. അപ്പൊ ചോദിക്കും, അത് ഇന്നത്തെ മാവ് തന്നെയാണ്. അത് കുറച്ച് നേരത്തെ അരക്കും. അപ്പോഴേ വൈകുന്നേരം ഉണ്ടാക്കാൻ നന്നാവുള്ളൂ. ഇതിപ്പോ രാവിലെ കൊണ്ട് ഇന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. കൊണ്ടുപോകുന്ന ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. നല്ല വേണ്ടി വെള്ളത്തിൽ വെക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ പേരെന്താ? രാജേന്ദ്രൻ. ഭാര്യ ധനലക്ഷ്മി. ഒരു ചെറിയൊരു സംരംഭം നിലയിൽ അങ്ങനെ തുടങ്ങിയ ഒരു ഗ്രൈൻഡർ വെച്ചിട്ട് അങ്ങനെ അരക്കും. നാളെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാതെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ട വേണ്ട. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഇഡ്ഡലി നന്നാവില്ല. ഇഡ്ഡലി സോഫ്റ്റ് കിട്ടില്ല. അതാണ് ഇഡ്ഡലി കല്ലുമാരിയാവും. കല്ല് പോലെ ആവും. അപ്പൊ അത് കാണുന്നവരെന്തായാലും കൂടി ശ്രദ്ധിക്കട്ടെ അല്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ കൊടുക്കാം. ഫ്രിഡ്ജിൽ കൊടുക്കണല്ലേ? ഫ്രിഡ്ജിൽ വെക്കരുത് പറഞ്ഞാൽ കൊടുക്കും. 10 ദിവസം ഒരാഴ്ച 10 ദിവസം വെച്ചാലും ഇനി കേടും. ഒരു കംപ്ലൈന്റ് വരും. ദോശ എന്ത് വേണമെങ്കിലും ഇത് കൊത്തി കഴിക്കാം. അതിനുള്ള പൊടിയാണ്. ലേശം ഇടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ ചാരിക്കുക, കൊത്തി കഴിക്കാം. ചെറിയ കുട്ടികൾക്കിറക്കം കൊടുക്കാം അല്ലെ? ചെറിയ കുട്ടികൾക്കിറക്കം കൊടുക്കാം. അത് ടേസ്റ്റ് ഉണ്ടാവും. ഇത് നിങ്ങളെന്നെ ഉണ്ടാക്കണം. പിന്നെ എത്ര കാലം വെച്ചാൽ കേട് വരില്ല അല്ലെ? ഇത് ഒരു കൊണ്ടുപോയി ഡപ്പിലിട്ട് വെച്ചാൽ ഒരു 6 മാസം കഴിഞ്ഞാലും ശരി അതേമാതിരി ഒന്നും പറ്റും. ഒരു കംപ്ലൈന്റും വരും. ഉലുവ വേറെ ഒന്നും ചേർക്കില്ല. സ്ഥിരമായിട്ട് പഠിക്കണം. ഞാൻ മിക്കവാറും സ്ഥിരമായിട്ട് പഠിക്കണം. എനിക്ക് ഇവിടുന്ന് വിശ്വാസമുള്ളൂ. ഞാൻ താമസം കോട്ടപ്പുറത്താണ്. മണ്ണാർക്കാട് വന്നാൽ ഇവിടെ വന്ന് 2 പാക്കറ്റ് മേടിച്ചിട്ട് പോകും. ഇപ്പൊ നിങ്ങൾ എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട്? എത്ര വർഷം? 25 കൊല്ലമായിട്ടു. 25 വർഷം ഇവിടെ തുടങ്ങിയില്ലേ? ആദ്യം ടൗണിലായിരുന്നു. ആദ്യമായിട്ട് തുടങ്ങിയത് ഗ്രൈൻഡർ വെച്ചിട്ട് അങ്ങനെ അരച്ച്. അപ്പൊ അതിങ്ങനെ ആൾക്കാർ വാങ്ങിട്ട് പോയി. അതേ ആൾക്കാർ 25 കൊല്ലം മുന്നേ വാങ്ങുന്ന ആൾക്കാർ പോന്ന് വാങ്ങി ഇപ്പോഴും വരുന്നുണ്ട്. ഇവരുടെ ഷോപ്പ് വരുന്ന മണ്ണാർക്കാട് വടക്കമണ്ണ റൂട്ട് ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ്.